ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ്. നിലവിൽ നമുക്ക് എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ഫുള്ള് ചെളി കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റിലത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ചെളിയായിരുന്നു. അത് നീറ്റായിട്ട് കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം അത് കുറച്ച് ഭാഗങ്ങൾ ചേസിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ തുരുമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഈ ഫുട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുട്രസ്റ്റൊക്കെ തുരുമ്പായിരുന്നു. അതൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ എൻജിൻ വർക്ക് ചെയ്തേക്കുന്നത് 1 വർഷത്തെ വാറണ്ടിയിലാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതാണ് ശരിക്കും കാലാവധി. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഈ വണ്ടിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ മീറ്റർ വർക്കിംഗ് അല്ല. സ്പീഡോ മീറ്റർ റെഡിയാക്കാനായിട്ട് നോക്കുമ്പോൾ മീറ്റർ മെക്കാനിസം ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സർവീസിനോ അല്ലെങ്കിൽ ഫിൽട്ടർ ക്ലീനിങ്ങിനോ 1 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും വരണം. ആ സമയത്ത് ഈ മീറ്റർ മാറ്റി പുതിയത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം നമുക്ക് ഒരു 1,500 രൂപ താഴെ നമുക്ക് ചിലവ് തന്നെ കേസാണ്. പക്ഷേ അത് നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. കാരണം വെച്ചാൽ ബൈ ചാൻസ് നമ്മുടെ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നാൽ കിലോമീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞാൽ അത് റിജക്ഷൻ ആവാനായിട്ട് അതൊരു കാരണമായിട്ട് വരും. അപ്പോൾ അത് അങ്ങനത്തെ കേസുകളൊക്കെ തുടക്കം തന്നെ ഒഴിവാക്കിയേക്കാം. മീറ്റർ അസംബ്ലി ഓർഡർ ചെയ്ത് വരുത്തുക, കൈയോടെ മാറ്റി അത് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ 3 പെയ്ഡ് സർവീസായിട്ട് വരും. 4 മാസം കൂടുമ്പോൾ ജനറലായിട്ട് സർവീസ് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. അത് ജനറൽ സർവീസായിട്ട് ചെയ്താൽ മതി. ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്കിയത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോയിക്കോളും. പിന്നെ ഫസ്റ്റ് 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. ഇപ്പോൾ ഇത് കിലോമീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ 1 മാസം കണക്ക് കൂട്ടാം. ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം, നിർബന്ധമായിട്ടും മാറണം. ഓയിൽ ഫിൽറ്റർ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഈ ചെയ്യുന്ന വർക്കുകളുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് ഒരു ക്ലെയിം വന്നാൽ നമുക്കത് ക്ലെയിം പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് വെച്ചാൽ 3000 കിലോമീറ്റർ, ആദ്യത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഓരോ 3000 കിലോമീറ്ററിലും നിർബന്ധമായിട്ട് ഓയിൽ ചേഞ്ച് നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിനാണ് ഞാൻ പറഞ്ഞത് മീറ്ററിൻ്റെ കേസ് കൃത്യമായിട്ട് വർക്കിംഗ് ആക്കി ഇടാൻ പറഞ്ഞതിൻ്റെ കേസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻസ് വരാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റർ റെഡി ആക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ. അത് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ നമുക്കതിനകത്തുള്ളത് നമുക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബറേറ്റർ അസംബ്ലി അടക്കം മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാറണ്ടിയിൽ വരാത്തൊരു ഐറ്റം ഇരിക്കുന്ന കാർബറേറ്റർ അസംബ്ലിയാണ്. ഇത് ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മൾ പുതിയത് വെച്ചേക്കണതാണ്. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ കാർബറേറ്റർ വെച്ചേക്കണതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ഉപയോഗം മൂലം E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. അതുകൊണ്ട് തന്നെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കാർബറേറ്റർ അസംബ്ലിക്ക് ഒരു കാരണവശാലും വാറണ്ടി കിട്ടുന്നതല്ല. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം ഒരു കമ്പനിയിൽ നിന്നും നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ ഈ സാധനം മാറ്റി തരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് തുടക്കം തന്നെ പറയണേൻ്റെ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്ന് കാർബറേറ്റർ മാറ്റേണ്ടി വന്നാൽ പുതിയ കാർബറേറ്ററാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ കൂടി നമുക്ക് വാറണ്ടി കിട്ടില്ല. അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ വാറണ്ടി കിട്ടാത്തൊരവസ്ഥയാണ്. അതാണ് നിലവിലത്തെ അവസ്ഥ. നമ്മൾ മേടിച്ച് ഐറ്റം ബില്ല് ചെയ്ത് വണ്ടിയുമ്പോൾ കയറ്റിയാൽ പിന്നെ അവർ വാറണ്ടി തരില്ല. കാരണം കംപ്ലയിൻസ് വരാനുള്ള സാധ്യത 90% ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണതിൻ്റെ കാരണം. ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ഓടിക്കാതെ ഓട്ടം കുറവുള്ള വണ്ടി ഓടിക്കാതെ ഒരു 1-2 ദിവസം വെച്ചാൽ പോലും കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ടാണ് എടുത്ത് പറയണതിൻ്റെ കേസ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബറേറ്റർ അസംബ്ലിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി കിട്ടില്ല. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ ചെയ്തേക്കണതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് സേവ് ചെയ്ത് വെച്ചേക്കാം. അമ്മാതിരി ചെയ്തേക്കുന്ന വർക്കുകൾക്ക് നമ്മൾ വാറണ്ടി ഓൾറെഡി നമ്മൾ തരാം. പക്ഷേ കാർബറേറ്ററിന് കിട്ടില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ പിന്നെ ബാക്കിയത്തെ സർവീസ് ചെയ്യേണ്ട ഡ്യൂറേഷൻ, കാലാവധി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് മെൻഷൻ ചെയ്ത് തരും. ആ ബില്ലിൻ്റെ ബാക്കിൽ തന്നെ കറക്റ്റായിട്ട് എഴുതി തരും. അതും പ്രകാരം നോക്കി കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കംപ്ലയിൻറ്റ്സ് വരില്ല. പക്ഷേ എന്ത് കരുതി കംപ്ലയിൻറ്റ് വരില്ല എന്ന് കരുതി നമ്മൾ സർവീസ് ചെയ്യാണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കാം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഉപയോഗിക്കാൻ കിട്ടും. നല്ല ടൈം ഉപയോഗിക്കാൻ കിട്ടും. എഞ്ചിൻ സംബന്ധമായിട്ട് അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും പൊതുവേ കുറവാണ്. നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടൊക്കെയാണ് കംപ്ലയിൻറ്റ് തന്നെ. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീറ്റർ റീഡിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് വരാം. കിലോമീറ്റർ നോക്കിയിട്ടാണ് എഞ്ചിൻ ഓയിലൊക്കെ മാറ്റേണ്ട പീരീഡ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് സ്പീഡോ മീറ്റർ റെഡി ആക്കണം എന്ന് പറയുന്നതിൻ്റെ കേസ്. അപ്പോൾ ഞാനതിൻ്റെ ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ ഇപ്പോൾ എഞ്ചിൻ വർക്ക് കൂടാതെ നമുക്ക് ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ, ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് അടി ഉണ്ടായിരുന്നു. നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്തിട്ടേക്കണേ. പിന്നീട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്കത് മാറ്റിയിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്താണ് ഇട്ടാണ് കേട്ടോ. ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതും പ്രകാരം കൃത്യമായിട്ട് സർവീസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആഫ്റ്റർ സർവീസ് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുക. എന്നാൽ തന്നെയാണ് വാറണ്ടി സംബന്ധമായിട്ട് ക്ലെയിം വന്നാൽ കിട്ടുള്ളൂ കേട്ടോ. ഇത് എടുത്ത് പറഞ്ഞേക്കണം. കാർബേറ്ററിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബേറ്റർ വാറണ്ടി പരിധിയിൽ വരുന്നതല്ല. ഓക്കെ.